ഒന്ന്, കാഴ്ചവെപ്പ് പ്രദക്ഷിണം. നമ്മുടെ ഇടവകയാകുന്ന കുടുംബത്തിൽ നമ്മൾ അതിനുശേഷം നൈവേദ്യ പ്രാർത്ഥന. ഒന്ന്, പരസ്പര സ്നേഹമായിരുന്നു. ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? നമുക്കിന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിക്കുക, പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. ദിവ്യകാരുണ്യനാഥ, പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ ആത്മാവിൽ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവരും കണ്ണുകൾ തുറന്നേ. നമുക്കിന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്കിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. റെഡിയല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർമ്മിക്കാം. ആദ്യം നമ്മൾ പഠിച്ചു പിതാവായ ദൈവം ഒരുക്കുന്ന സ്നേഹവിരുന്നാണ് പരിശുദ്ധ കുർബാന എന്നത്. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? പുത്രനായ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെ ഭോജനമായി അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മൾ സ്വീകരിക്കുന്നുവെന്ന്. ഓർക്കുന്നുണ്ടോ എല്ലാം? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. എന്താണ് ഐക്യത്തിൻ്റെ കൂദാശ? ഐക്യത്തിൻ്റെ കൂദാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു ആദിമ ക്രൈസ്തവ സഭയുടെ പ്രത്യേകത? ആ വാക്യം തന്നെ ഉണ്ടല്ലേ, ആദിമ ക്രൈസ്തവ സഭ, ആദ്യത്തെ ക്രൈസ്തവരുടെ സഭ. അവരുടെ ഏറ്റവും വലിയ സവിശേഷത ഒന്ന്, പരസ്പര സ്നേഹമായിരുന്നു. അവർക്ക് പരസ്പരം സ്നേഹമായിരുന്നു. ദേഷ്യമോ വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല. പരസ്പരം സ്നേഹിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ എന്തായിരുന്നു പ്രത്യേകത? ഏക മനസ്സായിരുന്നു. എന്തായിരുന്നു അവരുടെ മനസ്സിൽ? ദൈവത്തിനെ ആരാധിക്കണം. എല്ലാ ദിവസവും ദേവാലയത്തിൽ ഒത്തുകൂടി ദൈവത്തെ ആരാധിക്കുക. അതായിരുന്നു അവരുടെ മനസ്സിലെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ അവർ പരസ്പരം എല്ലാം ഷെയർ ചെയ്യും. ഭക്ഷണങ്ങളായിക്കോട്ടെ, അവരുടെ സമ്പാദ്യങ്ങളായിക്കോട്ടെ, എല്ലാം പരസ്പരം ഷെയർ ചെയ്യും. പിന്നെ എന്തായിരുന്നു പ്രത്യേകത? ഐക്യം. എന്താണ് ഐക്യം? പരസ്പര സ്നേഹത്തോടെ ഒരേ മനസ്സോടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഒത്തൊരുമയുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഐക്യത്തോടെ കൂടെയാണ് അവർ പ്രവർത്തിച്ചത്, ദൈവത്തെ ആരാധിച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇടവകയാകുന്ന കുടുംബത്തിൽ നമ്മൾ അനുദിനം ഒത്തുചേർന്ന് ദൈവത്തെ ഏക മനസ്സോടെ ആരാധിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയിൽ. അപ്പോൾ പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. മനസ്സിലായോ? പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ കുർബാനയിലെ 4 തിരുക്കർമ്മങ്ങളെക്കുറിച്ചാണ്. പഠിക്കാം. റെഡിയല്ലേ? ഓക്കെ. ഒന്നാമത്തത് പ്രാരംഭകർമ്മം, 2 വചന പ്രഘോഷണ കർമ്മം, 3 സ്തോത്ര യാഗ കർമ്മം. ഈ മൂന്നാമത്തെ കർമ്മത്തിന് പ്രത്യേകതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഏത്? സ്തോത്ര യാഗ കർമ്മം. 4 സമാപന കർമ്മം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തത് പ്രാരംഭകർമ്മം. പറഞ്ഞേ, പ്രാരംഭകർമ്മം. പ്രാരംഭകർമ്മത്തിൽ ആദ്യമായി വരുന്നത് അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണം. ഞായറാഴ്ചയിലും മറ്റ് തിരുനാൾ ദിവസങ്ങളിലുമാണ് അൾത്താരയിലേക്കുള്ള പ്രദക്ഷിണമുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ? വൈദികനും അൾത്താര ശുശ്രൂഷകരും നടന്ന് പ്രദക്ഷിണമായിട്ട് അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ജനങ്ങളെ അഭിവാദനം ചെയ്യൽ. ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരെയും വൈദികൻ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മളെ അഭിവാദനം ചെയ്യുന്നു. അതിനുശേഷം വരുന്നത് അനുതാപകർമ്മം. പറഞ്ഞേ, അനുതാപകർമ്മം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, അനുതപിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം യേശുവിനെ സ്വീകരിക്കാനായിട്ട് വരേണ്ടത് അല്ലേ? അങ്ങനെ നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാലും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിച്ച ചെറിയ ചെറിയ പാപങ്ങളിൽ നിന്ന് നമ്മൾ മാപ്പപേക്ഷിക്കുന്നതാണ് അനുതാപ കർമ്മം. എങ്ങനെ? വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി,
എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇപ്പോൾ ഓർമ്മ വന്നോ? ആ, ഇതാണ് അനുതാപ കർമ്മം. വ്യക്തമായോ? അതിനുശേഷം വിശ്വാസി സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥന. ഇത് വൈദികൻ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ വേണ്ടിയിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കൂടി കഴിയുമ്പോൾ ഏത് വിശ്വാസി സമൂഹത്തിനായുള്ള സമിതി പ്രാർത്ഥന ഇത്രയും കഴിയുന്നതോടെ പ്രാരംഭകർമ്മം കഴിയുന്നു. ഈ പ്രാരംഭകർമ്മത്തിലൂടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് യോഗ്യരാകും. വ്യക്തമായോ? ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് രണ്ടാം ഘട്ടം? രണ്ടാമത്തെ കർമ്മം എന്തായിരുന്നു പറഞ്ഞേ? 1 പ്രാരംഭകർമ്മം, 2 വചനപ്രഘോഷണ കർമ്മം. ഓക്കെ, വചനപ്രഘോഷണ കർമ്മത്തിൽ ഏറ്റവും ആദ്യം വരുന്നത് 1-ാം വായനയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ സൺഡേ സ്കൂളിലെ ചേട്ടന്മാർ, ചേച്ചിമാർ, പിന്നെ മതാധ്യാപകരൊക്കെ 1-ാം വായന 2-ാം വായനയൊക്കെ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 1-ാം വായന അതെപ്പോഴും ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ നിന്നായിരിക്കും 1-ാം വായന വായിക്കുന്നത്. നിങ്ങൾക്കറിയാം, സമ്പൂർണ്ണ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. അതിൽ പഴയ നിയമത്തിൽ നിന്നായിരിക്കും 1-ാം വായന. അതിനുശേഷം പ്രതിവചന സങ്കീർത്തനം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, പ്രതിവചന സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ ആർക്ക് പറയാം? സങ്കീർത്തനങ്ങൾ പഴയ നിയമത്തിൽ നിന്നാണോ പുതിയ നിയമത്തിൽ നിന്നാണോ? ആ, അനീറ്റ പറയുന്നുണ്ട്. ആ, വെരി ഗുഡ്, പഴയ നിയമത്തിൽ നിന്ന്. അപ്പോൾ പ്രതിവചന സങ്കീർത്തനം. അതിനുശേഷം പിന്നീട് വരുന്നത് 2-ാം വായന. 2-ാം വായന എപ്പോഴും പുതിയ നിയമത്തിൽ നിന്നായിരിക്കും. പുതിയ നിയമം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷ ഭാഗങ്ങൾ ഒഴികെയുള്ള പുസ്തകങ്ങൾ. സുവിശേഷ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാലോ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. പറഞ്ഞേ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഇതാണ് നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾ. അതൊഴികെയുള്ള പുതിയ നിയമ പുസ്തകത്തിൽ നിന്നായിരിക്കും 2-ാം വായന. അതിനുശേഷം ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കിന് അർത്ഥം അറിയോ? ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതാണ്. അടുത്തതായിട്ട് സുവിശേഷ പ്രഘോഷണ കർമ്മം. നമ്മൾ പഠിച്ചു 2-ാം വായനയിൽ സുവിശേഷ ഭാഗങ്ങൾ ഒഴികെയുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് 2-ാം വായന വായിക്കുന്നതെന്ന്. അപ്പോൾ ഈ സുവിശേഷ ഭാഗങ്ങൾ എപ്പോഴാണ് വായിക്കുന്നത്? അതാണ് സുവിശേഷ പ്രഘോഷണ കർമ്മത്തിൽ വൈദികൻ വായിക്കുന്നത്. മനസ്സിലായോ? അതിനുശേഷം പ്രസംഗം. പ്രസംഗത്തിൽ ആ ദിവസം ഉള്ള തിരുവചനങ്ങൾ, നമ്മൾ ശ്രവിച്ച തിരുവചനങ്ങളെല്ലാം, അതായത് 1-ാം വായന, 2-ാം വായന, അതിനുശേഷം സുവിശേഷം, അതിൽ നമ്മൾ ശ്രവിച്ച തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരാനായിട്ട് വൈദികൻ അനുദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളാകാം, ഇതെല്ലാം പറഞ്ഞ് ആ തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും അതിലൂടെ നമ്മൾ ജീവിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ പ്രസംഗത്തിലൂടെ നമുക്ക് ലഭിക്കും. വ്യക്തമായോ? അതിനുശേഷം വിശ്വാസ പ്രമാണം. നിങ്ങൾ എത്ര പേർക്കറിയാം വിശ്വാസ പ്രമാണം? ഒന്ന് കൈപൊക്കിയേ. ആ, ഓക്കെ, ഒട്ടുമിക്ക പേർക്കും അറിയാം. അപ്പോൾ അറിയാത്തവരുള്ളവർ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആധാരം നമുക്ക് വിശ്വാസ പ്രമാണമാണ്. നമുക്ക് ആത്മീയമായ ജീവിതം നയിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിശ്വാസ പ്രമാണം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ വിശ്വാസ പ്രമാണം. അതിനുശേഷം വിശ്വാസികളുടെ പ്രാർത്ഥന. വിശ്വാസികളുടെ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചെല്ലുമ്പോൾ ഒന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ചെല്ലാറ്? മരിച്ചവർക്ക് വേണ്ടി ചെല്ലും അല്ലേ? മരിച്ചവർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. അപ്പോൾ ഇത്രയും കൊണ്ട് വചന പ്രഘോഷണ കർമ്മം അവസാനിച്ചു. പ്രാരംഭകർമ്മം കഴിഞ്ഞു, വചന പ്രഘോഷണ കർമ്മം കഴിഞ്ഞു. ഇനി മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ആർക്ക് പറയാം? ലെനോർ പറയുന്നുണ്ടല്ലോ, പറഞ്ഞോ. സ്തോത്രയാഗ കർമ്മം. വെരി ഗുഡ്. ഏതാണ്? സ്തോത്രയാഗ കർമ്മം പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1 കാഴ്ചവെപ്പ് പ്രദക്ഷിണം. കാഴ്ചവെപ്പ് പ്രദക്ഷിണത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടോ? എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്? എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ കാഴ്ചവെപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അധ്വാനത്തിൻ്റെ എന്തെങ്കിലും ഫലങ്ങൾ. ഇപ്പം നിങ്ങൾ അധ്വാനിക്കുന്നൊന്നുമില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് തരും. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ ഫലമായിട്ട് സമർപ്പിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപഹാരമായിട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് കാഴ്ചവെപ്പ് പ്രദക്ഷിണം അല്ലേ? അതിനുശേഷം കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കൽ. എന്താണ് കാഴ്ചദ്രവ്യങ്ങൾ? നിങ്ങൾക്കറിയാം,
ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു അല്ലേ? അപ്പോൾ അതിനായിട്ട് ഒരുക്കണ്ടേ? എന്ത്? ഗോതമ്പപ്പവും വീഞ്ഞും ഒരുക്കി വെക്കുന്നു. ഇതാണ് കാഴ്ചദ്രവ്യങ്ങൾ ഒരുക്കുന്നത്. അത് വൈദികനാണ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ അത്? ഓക്കെ. അതിനുശേഷം നൈവേദ്യ പ്രാർത്ഥന. എന്താണ് നൈവേദ്യ പ്രാർത്ഥന? നൈവേദ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന അപ്പവും വീഞ്ഞും അതോടൊപ്പം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും ദൈവ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നൈവേദ്യ പ്രാർത്ഥന. മനസ്സിലായോ? അതിനുശേഷം ആമുഖഗീതി. ശ്രദ്ധിച്ചിരിക്കുക, എന്താണ് ആമുഖഗീതി? ആമുഖഗീതി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മവും പുത്രനായ യേശുവിലൂടെ നിർവഹിച്ച രക്ഷാകര കർമ്മത്തെയും ഓർത്ത് നമ്മൾ മാലാഖമാരോടും വിശുദ്ധരോടും മറ്റ് സ്വർഗീയ നിവാസികളോടും ചേർന്ന് ആലപിക്കുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആമുഖഗീതി. എങ്ങനെയാണ്? പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പം മനസ്സിലായോ? ഇതാണ് ആമുഖഗീതി. ഈ ഭാഗം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏറ്റവും അടുത്ത ഭാഗം എന്താണ്? സ്തോത്രയാഗ പ്രാർത്ഥന. ഒന്ന് പറഞ്ഞേ, സ്തോത്രയാഗ പ്രാർത്ഥന. നമ്മൾ സമർപ്പിച്ച അപ്പവും വീഞ്ഞും യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി രൂപാന്തരപ്പെടുന്ന മഹാ അത്ഭുതം നടക്കുന്ന സമയത്തെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഏതാണ്? സ്തോത്രയാഗ പ്രാർത്ഥന. വ്യക്തമായോ? അതിനുശേഷം ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം. ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആത്മാവിലേക്ക് സ്വീകരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ ആത്മാവിൻ്റെ ഭക്ഷണം. ഇതാണ് ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം. അടുത്തത് ദിവ്യഭോജന പ്രാർത്ഥന. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള കൃപ യാചിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് ദിവ്യഭോജന പ്രാർത്ഥന. ഇത്രയും കഴിയുന്നതോടെ സ്തോത്രയാഗ കർമ്മം കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് സമാപന കർമ്മം. കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈദികൻ നമ്മളേവരെയും അഭിവാദനം ചെയ്യുന്നു. അതിനുശേഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വൈദികൻ നമ്മളെ ആശീർവദിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? ഓക്കെ. അതിനുശേഷം ഒടുവിൽ വൈദികൻ നമ്മളെല്ലാവരെയും ക്രിസ്തു സാക്ഷികളായി ജീവിക്കാനും ക്രിസ്തു സാക്ഷ്യം പ്രഘോഷിക്കാനും വേണ്ടി പറഞ്ഞയക്കും. എല്ലാത്തിനും ഒടുവിൽ വൈദികൻ അൾത്താരെ വണങ്ങി വൈദികനും ശുശ്രൂഷകരും അവിടെ നിന്ന് പോകും. വ്യക്തമായോ? ഇനി ഈ ആഴ്ചയിലെ പ്രവർത്തനം. പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ഭക്തിയോടെ നിൽക്കുന്ന ഒരു ചിത്രം വരച്ചിട്ട് അതിന് താഴെ ഇനി മുതൽ പരിശുദ്ധ കുർബാനയിൽ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ ഇരിക്കുമെന്നുള്ള തീരുമാനമെഴുതി നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഈശോനാഥ, പരിശുദ്ധ ബലിയിൽ അങ്ങയെ അനുദിനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.